ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്ക് അടിച്ച് പൊളിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ മെഗാ മാരത്തോണിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, അതായത് നാളത്തെ എക്സാമിന് എന്തായാലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിച്ചിട്ടുണ്ടാവും. എന്താണത്? പട്കഥ എന്ന് പറയുന്നത് അല്ലേ. അതായത് പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും ഇപ്പോഴും ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, ഒരു തിരക്കഥ. നമ്മൾ സിനിമ എടുക്കാൻ പോയില്ലേ, സിനിമ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും അല്ലേ. വേറെ കുറേ സാധനങ്ങളൊക്കെ വേണം, പക്ഷെ ആദ്യം നമുക്ക് വേണ്ട സാധനം എന്താണ്? സ്ക്രിപ്റ്റ്, തിരക്കഥ. അതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് എന്ത്? പട്കഥ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. സാധാരണ നമുക്ക് എന്താണ്? നമ്മുടെ ഗർ പേട് താരേക്ക് യാദേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുമാണ് പട്കഥ ചോദിക്കുക. പക്ഷെ ഇപ്രാവശ്യം എന്താണ്? ലാസ്റ്റത്തെ നമ്മുടെ ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിൽ നിന്നും വേറെ പാഠങ്ങളിൽ നിന്നും എന്ത് ചോദിക്കും? നമ്മുടെ പട്കഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് പട്കഥ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ് കേട്ടോ. അപ്പോൾ തിരക്കഥയാണ്, സിനിമ പിടിക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ സിനിമ പിടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. പിന്നെ അതനുസരിച്ചിട്ടുള്ള ഫോർമാറ്റാണ് ഇത് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പഠിക്കാം. പക്ഷെ ഒരു ഇച്ചിരി കൂടി എളുപ്പമായിട്ട് മിസ് ഒരു ഫോർമാറ്റ് പറഞ്ഞു തരട്ടെ. ഇതാണത്. അതായത് പട്കഥ എഴുതുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ആദ്യം നമ്മൾ എന്താണ്? സീൻ 1 ദൃശ്യ 1 എന്നുള്ളതാണ് എഴുതുക. സീൻ 1 ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അതിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. സ്ഥാനം എഴുതുന്നു, പ്ലേസ് എഴുതുന്നു അല്ലേ. നമ്മൾ പ്ലേസ് എഴുതുന്നു, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ആദ്യം എഴുതുന്നു. സിനിമ പിടിക്കുകയാണെങ്കിൽ ആലോചിക്കണേ, സിനിമയ്ക്ക് എന്താണ് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കഥാപാത്രങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ എന്താണ്? സീൻ 1 എടുക്കേണ്ടത് ആദ്യം. ആ സീൻ 1 എടുക്കുന്ന സമയത്ത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ആദ്യം എഴുതുന്നത്. പ്ലേസ് ആണ് ആദ്യം എഴുതുന്നത്. പിന്നെ ടൈം, ഇത്ര സമയമായിട്ടുണ്ട് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. ടൈം എഴുതിയിട്ടുണ്ടാവണം. പാത്രം എന്ന് വെച്ചാൽ എന്താണ്? കഥാപാത്രമാണ്, നമ്മുടെ ക്യാരക്ടേഴ്സ് ആണ് പാത്രം എന്ന് പറയുന്നത്. കഥാപാത്ര എന്ന് എഴുതി വെക്കരുത്. പാത്രം എന്ന് വെച്ചാൽ എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്, കഥാപാത്രങ്ങളാണ്. ഉംർ എന്ന് വെച്ചാൽ എന്താണ്? ഏജ് ആണ്. എത്രയാണോ നമ്മുടെ വയസ്സ് അതിനാണ് നമ്മൾ ഏജ് എന്ന് പറയുന്നത്. കഥാപാത്രങ്ങളുടെ വയസ്സ് ഉണ്ടാവുമല്ലോ, ആ വയസ്സാണ് ഉംർ എന്ന് പറയുന്നത്. പിന്നെ വേഷഭൂഷ എന്ന് വെച്ചാൽ എന്താണ്? അവരെന്തൊക്കെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, കഥാപാത്രങ്ങൾ ഏതൊക്കെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അതാണ് നമ്മുടെ വേഷഭൂഷ എന്ന് പറയുന്നത്. അവസാനം നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം എന്നറിയോ? കഥാപാത്രങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പറയണം. ഒരു എക്സാമ്പിൾ പറയാണ് മിസ് വെച്ചാൽ എന്താണ്? നോക്കിക്കേ, നമ്മൾ എന്താണ്? മിസ്സാണ് ഇതിത്തെ നായിക, നിങ്ങളൊക്കെ നിന്റെ മുമ്പിൽ പഠിക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു വെക്കുക. നോക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിനിമ പിടിക്കുമ്പോൾ എന്തായിരിക്കും? സ്ഥാനം എന്ന് പറയുന്നത് സൈലമായിരിക്കും. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു 9 മണി കിടക്കട്ടെ, ഒരു 9 മണി ആയിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സ്നേഹാ മിസ് ഉണ്ട്, പിന്നെ എന്താണ്? കുറച്ച് മക്കളുണ്ട്, കുട്ടികളുണ്ട്. പിന്നെ ഉംർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്നേഹാ മിസ്സിന് ഒരു 60 വയസ്സായിട്ടുണ്ട്, കുട്ടികൾക്കൊരു 15 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ് 13 വയസ്സായിട്ടുണ്ട് എന്നുള്ളതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആ ഒരു ഉംർ എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എഴുതണം. ഡ്രസ്സ് സ്നേഹാ മിസ് ജീൻസും ടോപ്പും ഇട്ടിട്ടുണ്ട്, കുട്ടികൾ എന്താണ്? കുട്ടികളും ജീൻസും ടോപ്പും ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സംഭവം എഴുതുക. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? സ്ക്രിപ്റ്റിൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് ഈ ഘടന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇൻസിഡന്റ് അല്ലെങ്കിൽ സന്ദർഭം. എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്നേഹാ മിസ് കുട്ടികളെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതായിരിക്കും നമ്മുടെ അവിടുത്തെ ദൃശ്യം എന്ന് പറയുന്നത്. സിനിമയിൽ ആ ദൃശ്യം എന്ന് പറയുന്നത്, ആ ഒരു ഘടന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്താൽ മതി? കഥാപാത്രം കഥാപാത്രം നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു ആ സംസാരങ്ങളൊക്കെ ഒരു കോൺവെർസേഷൻ ആയിട്ട്, എന്താണ്? കോൺവെർസേഷൻ ആയിട്ട് നമ്മൾ എവിടെ എഴുതുന്നു? ഇവിടെ എഴുതി കൊടുക്കുന്നു. കഥാപാത്രം ഇത് സംസാരിച്ചു, കഥാപാത്രം ഇത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പട്കഥ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ പാഠങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഉദാഹരണം മിസ് പറയാം. ഓക്കെ, നമ്മുടെ ഗർ പേട് താരേക്ക് യാദേ എന്ന് പറയുന്ന ആ പാഠത്തിൽ നിന്നും പട്കഥ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഏത് പാഠത്തിൽ നിന്നും പട്കഥ എഴുതാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ളതാട്ടോ. ഏതാ ചോദിക്കാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നോക്കുക, ഒരു ഉദാഹരണം മിസ് പറയുകയാണ്. നോക്കിയേ, ദൃശ്യ 1 എന്ന് നമ്മൾ ആദ്യം എഴുതി. നിങ്ങൾ ആലോചിക്കണം, 7 സാധനം എക്സാം ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ്? 1 2 3 4 5 6 ഒരു 7 സാധനം ഉണ്ട്. ഈ 7 സാധനം ഞാൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് ഇങ്ങനെ എണ്ണി നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നോക്കുക, എന്നിട്ടോ ദൃശ്യ 1 ആണ്.
എന്നിട്ട് നമ്മൾ പറയുകയാണെന്ത് സ്ഥാൻ. നമ്മൾ ഏത് ഭാഗമാണ് പറയുന്നത് മിസ് പറഞ്ഞുതരാം. നമ്മുടെ കുഞ്ഞുമോൻ ഉണ്ടല്ലോ, നമ്മുടെ ഘർ പേട് താരയ്ക്ക് അതെ എന്ന് പറയുന്ന അച്ഛനെയും അമ്മേനെയും മക്കൾ തെരഞ്ഞു പോകുന്ന ആ കഥയുണ്ടല്ലോ, ആ ഒരു ഭാഗം അല്ലെ. അതായത് ഈ തെരഞ്ഞു പോകുന്ന സമയത്ത് ഈ രണ്ട് മക്കളും മോനും മോളും അല്ലെ, ഒരു ചേട്ടനും ഉണ്ട് ഒരു അനിയത്തിയും ഉണ്ട്. ചേട്ടനും അനിയത്തിയും അവരുടെ അഭിഭാവകം എന്ന് വെച്ചാൽ എന്താണ്, ഗാർഡിയൻസ് ആയിരുന്നു അല്ലെ. ഗാർഡിയൻസിനോട് എന്ത് ചോദിക്കുന്നുണ്ട്, ആ ഗാർഡിയൻസേ പാരന്റ്സേ എന്ത് ചെയ്യാ, ഞങ്ങളുടെ ഒറിജിനൽ പാരന്റ്സിന്റെ അടുത്തേക്ക് വിടണം, ഞങ്ങൾ ഫിൻലാൻഡിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ സംഭാഷണം വെച്ചിട്ടാണ് മക്കളോട് എന്ത് ചെയ്തത്, പട്കഥ ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം. മക്കൾ പേടിക്കൊന്നും വേണ്ട, ബോക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, ബോക്സിൽ കുറച്ച് സംഭാഷണങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. ബാക്കി കാര്യങ്ങൾ ആണ് നിങ്ങൾ എഴുതേണ്ടത്. സ്ഥാൻ, സമയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി എഴുതേണ്ടി വരിക. കുറച്ച് സംഭാഷണം എവിടുന്ന് കിട്ടും, ബോക്സിൽ നിന്ന് കിട്ടും, അതിങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഉണ്ടാക്കി എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ, പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമുക്ക് പട്കഥ എഴുതേണ്ടതെങ്കിൽ എങ്ങനെ എഴുതും മിസ്, ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്, നോക്കിക്കോളാം. ആദ്യം നമ്മൾ എന്ത് എഴുതി, ദൃശ്യേക്ക് വിട്ടുപോയതേ സീൻ 1. സീൻ 1 ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. സ്ഥാൻ, പ്ലേസ് എന്ന് പറയുന്നത് ഏക്ക് ഘർ, ഒരു വീട്ടിൽ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഈ ഒരു കുഞ്ഞുമക്കള് പാരന്റ്സിനോട് ഗാർഡിയൻസിനോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു വീട് എന്ന് നമ്മൾ ഇട്ടു, സിമ്പിൾ സാധനം. സമയം എത്രയായിട്ടുണ്ട്, ഒരു വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. നോക്കിക്കേ, 4 ബജെ, 4 ബജെ. ബജെ എന്ന് വെച്ചാൽ 4 മണി എന്നുള്ള അർത്ഥം കേട്ടോ, 4 മണിയായിട്ടുണ്ട്. ഷാം എന്ന് വെച്ചാൽ വൈകുന്നേരം. ഏത് സമയം വേണമെങ്കിലും ആവാട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു ബോക്സ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടല്ലോ, ഇത് രാത്രി ആയിരിക്കും നടന്നിട്ടുണ്ടാവുക, രാത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത് രാവിലെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത് വൈകുന്നേരം ഷാം ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അതിനനുസരിച്ച് മക്കൾ ഇതേ ഈ ഒരു സാധനം മാറ്റി കൊടുക്കാം. ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കാം. എന്നിട്ടോ കഥാപാത്രങ്ങൾ നമുക്ക് ആ ബോക്സ് വായിച്ചാൽ തന്നെ കിട്ടും ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നുള്ളത്. ഇവിടെ ഞാൻ മിസ് പറഞ്ഞതനുസരിച്ച് എന്താണ്, നമ്മുടെ ഒരു 2 മക്കളുണ്ടാവും, 2 മക്കളുടെ കൂടെ അഭിഭാവകം, നമ്മുടെ എന്താണ് ഈ ഗാർഡിയൻസും ഉണ്ടാവും അല്ലെ. അപ്പൊ മിസ് എഴുതാണ്, നോക്കിക്കേ, ഏക്കിലെടുക്ക, ഒരു ആൺകുട്ടി ഉണ്ട്. ആ ആൺകുട്ടിക്ക് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ ബായി എന്ന് എഴുതാം, ചേട്ടനാണല്ലോ, ചേട്ടൻ എന്നാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ അതിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഏക്ക് ലടുക്കി, ഒരു പെൺകുട്ടി ഉണ്ട്. പിന്നെ അഭിഭാവക്, ഒരു ഗാർഡിയൻ ഉണ്ട്. ഓക്കെ, ഈ 3 ആൾക്കാരായിരിക്കും നമ്മുടെ കഥാപാത്രങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ബോക്സിന്റെ ഉള്ളിൽ മക്കൾ ശരിക്കും ഒന്ന് വായിച്ചാൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്നുള്ളത് കത്തും കേട്ടോ. പിന്നെ ഉമ്ര, ഇവരുടെ ഒക്കെ വയസ്സ് നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. ലടുക്ക എത്രയാണ്, ആ ഒരു 14 സാൽ അല്ലെങ്കിൽ ഒരു 13 സാൽ എന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ള അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാം. ഒരു 14 സാൽ എന്ന് നമ്മൾ എഴുതി. ലടുക്കി 11 സാൽ, ഒരു 11 വയസ്സ് എന്ന് എഴുതി. ചെറിയ മക്കളാണല്ലോ അല്ലേ, നമ്മുടെ ഈ ഒരു പാഠത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എഴുതി. എന്നിട്ട് അഭിഭാവകിന്റെ ആ ഒരു വയസ്സ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതാണ്, ലഗ്ഭഗ് 50 സാൽ. ലഗ്ഭഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഏകദേശം എന്നുള്ള ഒരു ഐഡിയക്ക് നിങ്ങൾ എഴുതുകയാണ്. ഏകദേശം ഒരു 50 വയസ്സായിട്ടുണ്ട് എന്ന് എഴുതുന്നു. എന്നിട്ട് നോക്കിക്കേ, ഇനി അവരുടെ ഡ്രസ്സ് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട, ഇത് എഴുതണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾ എഴുതിക്കോളൂ. എന്താണ്, വേഷഭൂഷ, അവരിട്ടിട്ടുള്ള ഡ്രസ്സ്, വേഷഭൂഷ, അതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ മക്കള്. എന്താണ്, സബ് സാധാരണ കപ്പടേ പെഹനെ ഹേ, എല്ലാവരും സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അത്ര മതി. നിങ്ങൾ കൂടുതൽ ഓവറാക്കി ചളവാക്കണ്ട, സാധാരണ പോലെ എഴുതിയാൽ മതി. ഇത് എഴുതണം എന്നുള്ളത് തന്നെ നിർബന്ധമില്ല, നിങ്ങളുടെ ഫോർമാറ്റിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ എക്സ്ട്രാ എഴുതുന്ന പോയിന്റ് ആണ് ഇത്. നോക്കിക്കേ, സബ് സാധാരണ കപ്പട വെച്ചാൽ സാധാരണ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, പെഹനേഹെ ധരിച്ചിട്ടുണ്ട് എന്ന് എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പാഠത്തിൽ നിന്നും എന്ത് വന്നാലും സാധാരണ കപ്പടാന്ന് എഴുതി വെച്ചാൽ മതി. കഥാപാത്രങ്ങൾ മാത്രമേ മാറുള്ളൂ, അവരുടെ വയസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് വെക്കാം. പിന്നെന്താണ്, കപ്പട എന്ന് പറയുന്നത്, ഡ്രസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സാധാരണ കപ്പടെ, ഡ്രസ്സ് എന്തിട്ട് ചെയ്തിട്ടുണ്ട്, ധരിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് മിസ് പറഞ്ഞ വേറെ ഒരു 7ാമത്തെ പോയിന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഘടന അതായത് സന്ദർഭം, അവിടെ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, തിരക്കഥയിൽ എപ്പോഴും എന്തായിരിക്കും, അടുത്ത നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് കാര്യം എന്തായിരിക്കും, എല്ലാവരും സംസാരിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ മക്കൾക്ക് വേണമെങ്കിൽ എല്ലാ പട്കഥയിലും ഈ ഒരു സാധനം പഠിച്ചു വെക്കാം. നോക്കിക്കേ, സബ് ബാത് കർ രഹേ ഹേ, എല്ലാവരും എന്താണ്, സംസാരിക്കുകയാണ്, എല്ലാവരും ബാത് കർ രഹേ ഹേ, സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഘടന ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പട്കഥയുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് 2-2.5 മാർക്ക് കിട്ടി. ബാക്കി കോൺവെർസേഷൻ ആണ് ഒരു 1.5 മാർക്ക്, ഒരു 2 മാർക്ക്, ചിലപ്പോൾ ടീച്ചേഴ്സിന് അനുസരിച്ചിട്ട് അത് കിട്ടുന്നത്. ഓക്കെ, ഇത്ര തന്നെ എഴുതിയാൽ മതി, പകുതി മാർക്ക് അവിടെ വീണു കേട്ടോ. ഇനി സംഭാഷണമാണ്.
അഥവാ നിങ്ങളുടെ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പട്കഥ ചോദിക്കുകയാണ്, അഭിഭാവകും നമ്മുടെ കുഞ്ഞുമക്കളും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിന്റെ ആ ഭാഗം ബോക്സിൽ തന്നിട്ട് പട്കഥ തയ്യാറാക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ സംഭാഷണമാണ് എഴുതേണ്ടത്. സംഭാഷണം കുറച്ച് എവിടെ കിട്ടും? നമ്മുടെ ബോക്സിൽ കിട്ടും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടത് ഈ ഒരു സംഭാഷണം പഠിച്ചിട്ട് പോയാൽ മതി. നോക്കുക, ഇത് പട്കഥയല്ലാതെ വാർത്താലാപമായിട്ടും ചോദിക്കും കേട്ടോ. എന്താണ്? വാർത്താലാപമായിട്ടും ചോദിക്കാം. വാർത്താലാപം എന്ന് വെച്ചാൽ എന്താണ്? വെറും കോൺവെർസേഷൻ ആണ്. വെറും കോൺവെർസേഷൻ ആണ് നമ്മൾ വാർത്താലാപം എന്ന് പറയുന്നത്. പട്കഥ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫോർമാറ്റ് പ്ലസ് കോൺവെർസേഷൻ ആണ്. അവസാനം മാറിപ്പോരുത് കേട്ടോ. ഫോർമാറ്റ് പ്ലസ് കോൺവെർസേഷൻ ആണ് പട്കഥ. തിരക്കഥയാണ്. ഇത് വെറും വാർത്താലാപാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വേണം പട്കഥയിൽ എഴുതാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ എഴുതി സെറ്റ് ആക്കി. ഇതൊക്കെ ഒരു പേജിൽ എഴുതാൻ വേണ്ടി നോക്കണം കേട്ടോ. ദൃശ്യേക്ക്, സ്ഥാന, സമയ, ഉമ്ര, പാത്രം, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും എഴുതിയിട്ട് കഥാപാത്രങ്ങൾ സംസാരിക്കാൻ പോവാണ്. ആ സംസാരമാണ് ഇത്. നോക്കിക്കേ, ആദ്യം ബച്ചവും കുട്ടികളാണ് സംസാരിക്കുന്നത്. പാപ്പ ഹം ഗർ ജാനാ ചാഹത്തെ ഹേ, ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഗർ ജാനാ ചാഹത്തെ ഹേ എന്നാണ് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛ. ഏത് വീട്ടില്? പണ്ടത്തെ അവരുടെ ഒറിജിനൽ പാരന്റ്സിന്റെ വീട്ടിലേക്ക് അല്ലെ. അപ്പൊ അഭിഭാവക് പറയാണ്, നമ്മുടെ ഗാർഡിയൻസ് പറയാണ് എന്ത്? ഹസ്തേ ഹുവേ, ചിരിച്ചോണ്ട്. ഇന്ന് നമ്മുടെ പട്കഥയെ തിരക്കഥയാണ്. അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മക്കൾക്ക് പറ്റുമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പോട്ടെ. അപ്പൊ എന്താണ്? ഹസ്തേ ഹുവേ, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ ഇത്. പത്താഹേ, പത്താഹേ അറിയോ? പത്താഹേ എന്ന് വെച്ചാൽ അറിയുമോ എന്നുള്ള അർത്ഥം കേട്ടോ. അറിയുമോ? തുമാരേ ദേശ്, നിങ്ങളുടെ ദേശം യഹാസെ കിത്തനീ ദൂര ഹേ, ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ള പോലെ ചോദിക്കുകയാണ് അല്ലെ. പത്താഹേ എന്ന് വെച്ചാൽ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. കേസേ പहुंचोगे, എങ്ങനെ എത്തും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അഭിഭാവകവും നമ്മുടെ ഈ ഒരു പാരന്റ്സ്, ഗാർഡിയൻസ് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബച്ചവും പറഞ്ഞു എന്ത്? ഹം കിസി ബി തറ പहुंच जाएंगे, ഞങ്ങൾ എങ്ങനെയെങ്കിലും, കിസി ബി തറ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും, പहुंच जाएंगे എത്തും എന്ന് പറയാണ്. ആര്? നമ്മുടെ ഈ ഒരു കുഞ്ഞുമക്കള് രണ്ടെണ്ണം കേട്ടോ. എന്നിട്ടോ അഭിഭാവക് പറയാണ്, യഹാ തുമാരേ പാസ് ഗാന, കപ്പടേ, ദോസ്, സബ് കുച്ച് ഹേ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കപ്പട, ഡ്രസ്സിന് ഡ്രസ്സ്, ഭക്ഷണത്തിന് ഭക്ഷണം, ഇങ്ങനത്തെ സാധനമൊക്കെ ഇല്ലേന്ന് പറഞ്ഞ് ഓർക്കുന്നില്ലേ നിങ്ങൾ? അതൊക്കെ നമ്മൾ ഒരു കോൺവെർസേഷൻ ആയിട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. യഹാം, ഇവിടെ, തുമാരേ പാസ്, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ, നിങ്ങളുടെ അടുത്ത്, ഗാനയുണ്ട്, ഫുഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? കപ്പടേ, ഡ്രസ് ഉണ്ട്, ദോസ്ത്, ഫ്രണ്ട്സുകളുണ്ട്, സബ് കുച്ച് ഹേ, എല്ലാം ഉണ്ട്. തുമാരേ ദേശ് മേ കുച്ച് നഹി ഹോഗ, നിങ്ങൾ പോകുന്ന ആ ദേശം ഉണ്ടല്ലോ, നിങ്ങളുടെ പണ്ടത്തെ ദേശം എന്ന് പറയുന്നത്, അവിടെ കുച്ച് നഹി ഹോഗ, ഒന്നും ഉണ്ടാവില്ല എന്ന് ആര് പറയാണ്? നമ്മുടെ അഭിഭാവക് പറയാണ്. ഓക്കെ, ഇത്രയൊന്നും എഴുതണമെന്നൊന്നില്ല. നിങ്ങൾക്ക് സംഭാഷണം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ മിസ് എഴുതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബച്ചവും പറയാണെന്ത്? ഹമേ മാതാ പിതാ ഓർ ഘർ കെ യാദ് ആ രഹേ ഹേ, ഞങ്ങൾക്ക് എൻ്റെ മാതാ പിത, അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഓർ ഗർ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെയും, യാദ് ഓർമ്മ, ആ രഹേ ഹേ വരുന്നുണ്ട് എന്ന് പറയാണ് അല്ലെ. ഹമേ ജാനാഹേ, ഞങ്ങൾക്ക് പോകണം. ജാനാഹേ എന്ന് വെച്ചാൽ പോകണം എന്ന് ആര് പറയാണ്? നമ്മുടെ കുഞ്ഞുമക്കൾ പറയാണ്. അപ്പൊ നമ്മുടെ അഭിഭാവക് എന്ത് പറഞ്ഞു നോക്കിക്കേ. അഭിഭാവക്, लेकिन तुम्हें यह भी नहीं पता कि तुम्हारे माता पिता जीवित है या नहीं और रास्ता भी नहीं पता. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം കേട്ടോ. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗമാണ് തരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലത്തെ അതേ ഭാഗമാണ് മക്കളൊന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. ബോക്സ് ഉണ്ടാവും, നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഈ ഒരു സാധനം പക്ക ആയിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളൂ കേട്ടോ. സംഭാഷണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടും. ഇനി നോക്കാം, അഭിഭാവക് പറയാണ്, ലേക്കിൻ തുമേ, നിങ്ങൾ യഹ്ബി നഹി പത്ത, നിങ്ങൾക്ക് യഹാം യഹ്ബി, ഇതും അറിയില്ല, ഇതുപോലും എന്നുള്ള അർത്ഥം കേട്ടോ. ഇതുപോലും അറിയില്ല. തുമാരെ മാതാ പിത, നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിത് ഹേ നഹി, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ഒരു രാസ്താ ബി നഹി പത്ത, നിങ്ങൾക്ക് വഴിയും അറിയില്ല. ഈ കുട്ടികൾക്ക് എന്തറിയില്ല? വഴി പോലും അറിയാണ്ടാണ് ഇവർ പോകാൻ പോകുന്നത് അല്ലെ. അപ്പം വഴിയും അറിയില്ല, രാസ്തയും നഹി പത്ത, അറിയില്ല എന്ന് പറയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബായി പറയാണ് എന്ത്? ലാസ്റ്റ് നമ്മുടെ ബായി മാത്രമാണ് സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബച്ചവും എന്ന് എഴുതിയാലും മതി മക്കൾ കേട്ടോ. മുജേ കുച്ച് നിഷാൻ കെ യാദ് ഹേ, എനിക്ക് കുറച്ച് നിഷാൻ ഓർമ്മയില്ലേ? അവൻ എന്തൊക്കെയോ കുറച്ച് അടയാളങ്ങൾ ഓർമ്മയുണ്ടല്ലേ? കുറച്ച് അടയാളം ഓർമ്മയുണ്ട്. ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എടുത്താട്ടോ. ഇതിനു മുമ്പ് കുറച്ച് അടയാളങ്ങൾ ഓർമ്മയുണ്ട്. ഹം ജറൂർ ജായേഗെ, ഞങ്ങൾ തീർച്ചയായും, ജറൂർ എന്ന് വെച്ചാൽ തീർച്ചയായും പോകും എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ അഭിഭാവക് ലാസ്റ്റ് എന്ത് പറയുന്നുണ്ട്? ഹം സഹമത് നഹി ഹേ, ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള പോലെ
പറയുകയാണ് അല്ലേ, നിങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ ദൃശ്യിക അന്ത്, ദൃശ്യം അവസാനിച്ചു. ഇത് എഴുതണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ദൃശ്യിക അന്ത്, അവസാനിച്ചു, സീൻ അവസാനിച്ചു എന്നുള്ളത് എഴുതുന്നത് നല്ലതാണ് കേട്ടോ. ഈ അവസാനം ഇത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. മിസ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് മെയിൻ സാധനം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കോൺവെർസേഷൻ കിട്ടും. പിന്നെ ദൃശ്യിക അന്ത് പറഞ്ഞിട്ട് നമ്മുടെ എന്ത് നിർത്തിക്കോളാം, നമ്മുടെ പട്കഥ നിർത്താം. ഇതാണ് പട്കഥയുടെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഏത് പാഠത്തിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചോദിക്കാം, പട്കഥ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മക്കള് അതിന്റെ ഫോർമാറ്റ് ആണ് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് എടുത്തിട്ടുള്ളത്. ഇനി നോക്കുക എന്റെ മക്കള്, രാജ ഒരു വിദ്രോഹി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയാം കേട്ടോ. രാജ ഒരു വിദ്രോഹി എന്ന് പറയുന്ന പാഠം ഉണ്ടല്ലോ, ലാസ്റ്റത്തെ പാഠം. ആ പാഠത്തിൽ നിന്നും സെക്കൻഡ് ലാസ്റ്റ് പാഠം അല്ലെ, അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു പട്കഥ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എഴുതും? അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് എഴുതേണ്ട സാധനം. അവിടെ നോക്കിക്കേ, സീൻ 1 ദൃശ്യം 1 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ എഴുതുന്നു. സ്ഥാനം എവിടെ നിങ്ങൾ എഴുതും? നോക്കിക്കോളാ, രാജ്മഹൽ, നമ്മുടെ രാജകൊട്ടാരത്തിൽ വെച്ചിട്ടായിരിക്കും എല്ലാം നടക്കുന്നുണ്ടാവും അല്ലെ. രാജ്മഹൽ, ഓക്കെ, രാജ്മഹൽ, രാജാവും ഒക്കെയുള്ള സമയത്തായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഭാഗം തന്നേച്ചെന്താണ്, നമ്മുടെ രാജേനും ഹേമും തല്ലുകൂടുന്ന ഭാഗം തന്നേച്ചാൽ എന്താണ്, സ്കൂളിൽ നിങ്ങൾ മാറ്റി എഴുതാം ആ ഒരു പിക്ചറിനനുസരിച്ചിട്ട്. ഇനി നടുവിൽ എന്താണ്, രാജാവും പിന്നെ ന്യായാധീശും അല്ലെങ്കിൽ ഹേമ്, വിദ്രോഹിയായിട്ടുള്ള ഹേമും ഒക്കെ സംസാരിക്കുന്ന ഭാഗമാണെങ്കിൽ രാജകൊട്ടാരത്തിൽ നിന്നായിരിക്കും സംഭവം നടക്കുന്നുണ്ടാവുക. നിങ്ങൾ ആ നാടകം നന്നായിട്ട് ആലോചിക്കാം. രാജകൊട്ടാരത്തിൽ നിന്നായിരിക്കും. അപ്പൊ രാജ്മഹൽ നമ്മൾ എഴുതുന്നു. ഇനി സമയം എത്രയായിരിക്കും? സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നോക്കിക്കേ, ഒരു രാവിലെ എന്താണ്, ഒരു 10 മണിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം ഇഷ്ടമുള്ളത് എഴുതി വെച്ചോളാം. കഥാപാത്രങ്ങൾ എന്തായിരിക്കും? നിങ്ങളുടെ ബോക്സിൽ ഉണ്ടാവും. നിങ്ങളുടെ ബോക്സിൽ എന്തായിരിക്കും, കഥാപാത്രത്തിന് തന്നിട്ടുണ്ടാവും, കഥാപാത്രത്തിന്റെ സംഭാഷണവും തന്നിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് മക്കൾ കഥാപാത്രങ്ങൾ ഫില്ല് ചെയ്തിടുന്നു. പിന്നെ കഥാപാത്രത്തിന്റെ വയസ്സ് മക്കളുടെ ഇഷ്ടത്തിന് മക്കൾ എഴുതുന്നു. പിന്നെ വേഷഭൂഷ, രാജാവിന്റെ ഒക്കെ ആ ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രാജകീയ വസ്ത്ര എന്ന് എഴുതി വെക്കാം. രാജകീയ വസ്ത്ര, ഒരു ജസ്റ്റ് ഒരു ഐഡിയ അനുസരിച്ച് എഴുതിയാൽ മതി. രാജകീയ വസ്ത്രമായിരിക്കും അവരിട്ടിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഇട്ടോളാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഘടന. ഘടന എന്തായിരിക്കും, ഏതോ 2 കഥാപാത്രങ്ങൾ നമുക്ക് തരില്ലേ, ആ കഥാപാത്രങ്ങൾ തമ്മിൽ എന്തായിരിക്കും, ഇങ്ങനെ എഴുതിക്കോളൂ. മിസ് ഒരു ഹിന്റ് തരാം. പാത്ര ഏക് ഓർ അല്ലെങ്കിൽ പാത്ര ദോ ബാത് കർ രഹേ ഹേ, ബാത് കർ രഹേ ഹേ. കഥാപാത്രം നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിലിടാം. അല്ലെങ്കിൽ എല്ലാവരും ബാത് കർ രഹേ സംസാരിക്കുന്നു എന്ന് എഴുതിയാലും മതി. എന്നിട്ട് നിങ്ങളുടെ ബോക്സിനനുസരിച്ച് നിങ്ങൾ ഓരോ കഥാപാത്രത്തിന്റെയും കോൺവെർസേഷൻ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പട്കഥ എഴുതുന്ന പരിപാടി എന്ന് പറയുന്നത്. ഏത് പാഠത്തിൽ നിന്നും ഏത് ഭാഗത്ത് നിന്ന് വന്നാലും എൻ്റെ മക്കള് പട്കഥ എഴുതിയിട്ടുണ്ടാവണം. ഇവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ എന്താണ് കുറച്ച് ബുദ്ധിപരമായിട്ട് എഴുതുക. നിങ്ങൾക്ക് തോന്നുമല്ലോ ഇത് ഇവിടെ വെച്ചിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സിനിമ എഴുതുക എന്നുള്ള ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതിക്കോളാം നമ്മുടെ എക്സാമിന് കേട്ടോ. പേടിക്കാനൊന്നുമില്ല. പട്കഥ വന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള സാധനം പട്കഥയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് പട്കഥ വന്നിട്ട് നിങ്ങൾ പട്കഥ എഴുതാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എന്റെ മക്കള് ഇത് ഒരിക്കലും വിട്ടു പോകരുത്. നമ്മുടെ ആനുവൽ എക്സാമിന് അടിപൊളിയായിട്ട് പട്കഥ വന്നാൽ എഴുതിക്കോണം. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.